എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ തിരുനാവായിലാണ്, തവനൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുംഭമേള കഴിഞ്ഞ 2-ാം ദിവസമാണ്. അപ്പോൾ കുംഭമേള കഴിഞ്ഞതിന് ശേഷം കുംഭമേള നടന്നിരുന്ന സ്ഥലം എപ്രകാരമായിരിക്കും എന്ന് നിങ്ങൾക്ക് ഒരു കൗതുകം ഉണ്ടായിരിക്കും അറിയാൻ. അപ്പോൾ എനിക്ക് തോന്നി ആ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. ലൈവ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ലൈവിന് ചെറിയൊരു തടസ്സം കാരണം ലൈവ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് തിരുനാവായ മുതൽ തവനൂർ വരെയുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് കടവ് റോഡ്. അതിനപ്പുറം കാണുന്ന വലിയൊരു മരമുണ്ട്. ആ മരം എന്ന് പറയുന്നത് കൂരിയാലാണ്. മാമാങ്കോയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൂരിയാലാണ്. ആ കൂരിയാൽ നിങ്ങൾക്ക് കാണാം. ആ കൂരിയാലിൻ്റെ അവിടെ നിന്ന് കടവിലേക്കുള്ള ഒരു പാതയാണിത്. ഇവിടെയാണ് ഈ ഭാഗത്ത് ആണ് സാമൂതിരി മാമാങ്കം നടത്തിയിരുന്ന കാലത്ത് നീരാട്ട് കുളിപ്പന്തൽ ഉയർത്തിയിരുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. ഇവിടെ നിന്ന് നേരെ ഇതാണ് ആ പാലം. ഏതാണ്ട് 1 കോടിയോളം ആളുകൾ വന്ന ഒരു മാഘമക മഹോത്സവം, കുംഭമേളയായിരുന്നു ഇത്. തിരുനാവായിലും തവനൂരിലുമായി ഏതാണ്ട് 1 കോടിയോളം ആളുകളാണ് പങ്കെടുത്തിരുന്നത്. ഇതിലൂടെ ആളുകൾ അനുസ്യൂതം ഒഴുകിയെത്തിയിരുന്നു. ഇതിലൂടെ ഒന്നും നടക്കാൻ പറ്റിയിരുന്നില്ല. ഒരേ സമയം 150 പേരെ ആണ് ഈ പാലത്തിലൂടെ പ്രവേശിപ്പിച്ചിരുന്നത്. ഇന്ന് ഈ പാലം ശൂന്യമാണ്, നിശബ്ദമാണ്. ഇതാ ഈ പാലത്തിലൂടെ ഇപ്പം ഞാൻ മാത്രമേ നടക്കുന്നുള്ളൂ. പിന്നെ ഏതാണ്ട് 3 മണിക്കൂറോളം, 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെയുള്ള സമയം കാത്തു നിന്നിട്ടാണ് ഓരോരുത്തർക്കും ഈ പാലം കടക്കാൻ സാധിച്ചിരുന്നത്. നമുക്ക് മറ്റു കാഴ്ചകൾ കാണാം. ഇതാണ് ആ പുഴയുടെ ഭാഗം. 10,000-കണക്കിന് ആളുകൾ ദിവസേന വന്ന് സ്നാനം ചെയ്തിരുന്ന ഭാഗമാണിത്. ഇത് മാമാങ്കം തുടങ്ങിയ കാലത്ത്, നിളാ ആരതിയും നിളാപൂജയും ഒക്കെ തുടങ്ങിയിരുന്ന കാലത്ത് 2016-ൽ പഴയ ഓർമ്മകളൊക്കെ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് കയറി വരികയാണ്. 2016-ലായാലും ശരി, 2018 മുതൽ തുടങ്ങിയപ്പോഴും ശരി, ഒന്ന് സ്നാനം ചെയ്യണം എന്ന ഒരു സന്ദേശം എല്ലാവർക്കും എത്തിച്ചെങ്കിലും സ്നാനം ചെയ്യാൻ ആരും തയ്യാറായിരുന്നില്ല. എന്നാൽ ഇത് കുംഭമേള പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് 10,000-കണക്കിന് ആളുകൾ ആണ് ഈ പുഴയിൽ, ഈ ത്രിമൂർത്തി സ്നാനഘട്ടിൽ സ്നാനം ചെയ്യാനെത്തിയത്. അതുപോലെ തന്നെ ബലിതർപ്പണം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതും ആദ്യത്തെ ബലിതർപ്പണം ഞാൻ തന്നെയാണ് ചെയ്തത്. ആരും വ്രതമനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു അന്ന് ചെയ്തത്. മാമാങ്ക കാലത്ത് കൊല്ലപ്പെട്ട ചാവേറുകൾക്കല്ല, ചാവേറുകൾക്ക് ഇരിക്കപ്പിണ്ടം വെച്ചുകൊണ്ടാണ് ചാവേറുകൾ ഈ നിള മണൽപ്പരപ്പിലേക്ക് വന്നിരുന്നത്. അപ്പം അവർക്ക് പിണ്ടം ചെയ്യേണ്ട കാര്യമില്ല. ഏതാണ്ട് 2,750-നും 3,300-നും ഇടയിലുള്ള ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. അവർക്ക് ഒരു ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ബലിതർപ്പണം. പിന്നെ ഏതാണ്ട് അടുത്ത വർഷം 2019 ഒരു 30-35 പേര്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ബലിതർപ്പണം ചെയ്തു. ഇപ്രാവശ്യം ധാരാളം ആളുകൾ ബലിതർപ്പണം ചെയ്യാനെത്തിയിട്ടുണ്ട്. അതെല്ലാം ഒരു വലിയ പോസിറ്റീവായ കാര്യം തന്നെയാണ്. വളരെ നല്ല നിലയിൽ മാതാ അമൃതാനന്ദമയി അമ്മയുടെയും അതുപോലെ തന്നെ മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവന ഭാരതിയുടെയൊക്കെ നേതൃത്വം, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ്, അവരുടെയൊക്കെ ഒരു കടന്നുവരവ് ഈ രീതിയിലേക്ക്, വലിയ രീതിയിലേക്ക് ആയി. ഇതൊക്കെ അഴികളൊക്കെ ഇതാ ശൂന്യമായി കിടക്കുകയാണ്, ആരുമില്ല. മറ്റേത് ഇവിടെയൊക്കെ ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. ഇപ്പോഴും അവിടെ ചിലരൊക്കെ കുളിക്കുന്നത് കാണാം. പന്തലൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തിരുനാവായ ഭാഗത്തേന്ന് കേട്ടോ. ഇത് തിരുനാവായ ഭാഗത്തെയാണ് കാഴ്ചയാണ് കാണുന്നത്. ഇതാ ഓരോന്ന് പന്തലൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ആ ഭാഗത്തായിരുന്നു നിള ആരതി നടന്നിരുന്നത്. സ്നാനം ചെയ്തിരുന്ന സ്ഥലമാണിത്. ഇവിടെ ആരൊക്കെയോ കുളിക്കുന്നുണ്ട്. ഒരു കുടുംബം ഇവിടെ കുളിക്കുന്നു. ഇതാണ് നമ്മൾ വന്ന വഴി. ഇവിടെ ആയിരുന്നു. ഇവിടെയൊക്കെ ആ ബോർഡൊക്കെ ആളുകൾ കാണാൻ വേണ്ടി സ്ഥാപിച്ച ബോർഡൊക്കെ നമുക്കിവിടെ കാണാം. ഇങ്ങനെ വന്ന് ഇതിനപ്പുറത്താണ് നാവാമുകുന്ദ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് തോണിയിൽ ഇവിടുത്തെ സാധനങ്ങൾ മറുകരയ്ക്ക് കയറ്റുകയാണ്.
അല്ലാതെ ഈ സാധനങ്ങളൊന്നും തലച്ചുമടായി പാലത്തിൻ്റെ മീതെ കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ. ഇതാണ് ആ വഴി. ഇനി ഇതാണ് യജ്ഞശാല, തിരുനാവായ ഭാഗത്തെ യജ്ഞശാലയാണിത്. ഇവിടെയൊക്കെ കാട് നിറഞ്ഞു കിടക്കുമായിരുന്നു. ഈ കാട് നിറഞ്ഞു കിടക്കുന്ന ഈ കാടെല്ലാം വെട്ടിത്തെളിയിച്ചിട്ടാണ്. ഇപ്പം ഏതാണ്ട് ഒരു മരുഭൂമി പോലെ അതൊക്കെ തോന്നിക്കുന്നില്ലേ? ഇവിടെ എല്ലാം മണലാണ്, മരുഭൂമി പോലെ തോന്നിക്കുന്നു. ഇവിടെയൊക്കെ ജോലിക്കാരെല്ലാം ഉണ്ട്. കസേരകളൊക്കെ അടുക്കി വെച്ച് കൊണ്ടിരിക്കുന്നു. ലോറിയിൽ സാധനങ്ങൾ ഇവിടെയൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലോറിയിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് താൽക്കാലികമായി നിർമ്മിച്ചിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യ പ്രകാരമുള്ള ടോയ്ലറ്റുകളാണ്. ഈ ടോയ്ലറ്റിൻ്റെ മുന്നിലൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് നിന്നിരുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് തവനൂർ ഭാഗത്തേക്ക്. ഇതിനപ്പുറത്താണ് തവനൂരിൽ മാഘമകം നടന്നിരുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി കാഴ്ചകളൊന്ന് കാണാം. തവനൂർ ഭാഗത്തെ കാഴ്ചകളാണ്, തിരുനാവായ ഭാഗത്തെ കാഴ്ചകളാണ് ഞാൻ ഈ മണൽപ്പരപ്പിൽ നിന്നുകൊണ്ട് കാണിക്കുന്നത്. ഇതാ ഇവിടെയാണ്, ഇതിനപ്പുറം കാണുന്നതാണ് തിരുനാവായ. ഇവിടെയായിരുന്നു ഏതാണ്ട് 1 കോടിയോളം ആളുകൾ, ദിവസേന ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്നിരുന്ന ഒരു സ്ഥലമാണ്. നേരെ നമ്മളിനി ഞാൻ തവനൂരിലേക്കാണ് പോകുന്നത്. ഈ മണൽപ്പരപ്പിലൂടെയുള്ള യാത്ര നല്ല കൗതുകമായിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കാണ്, ആരുമില്ല. നല്ല വെയിലുമുണ്ട്. രാവിലെ ഏതാണ്ട് ഇപ്പോൾ ഒരു 11 മണിയായിരിക്കുന്നു. ആരുമില്ല. മറ്റേത് ഇതിലൂടെ നടക്കാൻ തന്നെ പറ്റില്ല, ഇത്രയ്ക്കും. ഇതിപ്പോൾ തവനൂർ ഭാഗത്ത് നിന്നും ആളുകൾക്ക് വരാൻ വേണ്ടി ഈ കാടൊക്കെ വെട്ടിത്തെളിയിച്ച് താൽക്കാലികമായി നിർമ്മിച്ചതാണ്. ഇതിൻ്റെ 2 സൈഡും കാടാണ് കേട്ടോ. ഇതിൻ്റെ രണ്ട് സൈഡും കാടാ. ഇതൊക്കെ ചങ്ങണ പുൽക്കാടുകളാണ്. ഈ ചങ്ങണ പുൽക്കാടിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നറിയോ? പാമ്പും കുറുക്കനും ഒക്കെ അധിവസിക്കുന്ന നിളയുടെ ഹൃദയഭാഗമാണിത്. അപ്പുറത്ത് കാണുന്നതാണ് തവനൂർ, പഴയകാല താപസന്നൂർ. ഈ താപസന്നൂരിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഴയകാലത്തിൻ്റെ പേര് ഗോവർദ്ധനപുരം എന്നായിരുന്നു. പൊന്നാനി മുതൽ ഗുരുവായൂർ വരെ വ്യാപിച്ചു കിടന്നിരുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു ഗോവർദ്ധനപുരം. ആ ഗോവർദ്ധനപുരത്തിൻ്റെ വടക്ക് ഭാഗം, ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടുള്ള വടക്ക് ഭാഗം പൂർണ്ണമായും വനമായിരുന്നു. അപ്പോൾ ഇവിടെ വനത്തിൻ്റെ അടയാളമായിട്ട് പലതും ഉണ്ട്. ഈ തവനൂർ എന്ന് പറയുന്നത് പഴയകാല താപസന്നൂരാണ്. പിന്നെ അതുപോലെ നരിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ. നരിപ്പറമ്പ് എന്ന് പറയുന്നത് വനപ്രദേശത്തിൻ്റെ ഒരു ലക്ഷണമാണല്ലോ. നരിയൊക്കെ കാട്ടുമൃഗമാണല്ലോ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാടഞ്ചേരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കാട്ടുനിവാസികൾ വസിക്കുന്ന പ്രദേശമായതുകൊണ്ടാണ് കാടഞ്ചേരി എന്ന പേര് വന്നത്. പിന്നീട് ഇപ്പോൾ ആ വനമെല്ലാം പോയി. എത്രയോ ആയിരത്താണ്ടുകൾ വർഷം മുമ്പ് വനമെല്ലാം പോയി. ഒരു ഗ്രാമപ്രദേശമാണ്, അതിന് തവനൂർ എന്ന പേര് വന്നത്. ഇടയ്ക്ക് ഈ ഭാഗത്തൊക്കെ വെള്ളം കാണാം. ഇവിടെയൊക്കെ ഒരു സന്യാസി വന്നിട്ട്, ഞാൻ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അവിടെ പല ഭാഗത്തും അദ്ദേഹം വന്നിട്ട് ഇവിടെ ചില ദേവതാസ്ഥാനങ്ങളുള്ളതായിട്ട് അദ്ദേഹം തിരിച്ചറിയുകയും ഈ പ്രദേശത്തൊക്കെ ഒരു ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ആ ബോർഡുകളൊക്കെ ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇത് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ഇവിടെ പരശുരാമൻ്റെയും അതുപോലെ ചില ദേവതാസ്ഥാനങ്ങളൊക്കെ കണ്ടെത്തി അദ്ദേഹം ഇവിടെ അതിന് ഓരോരോ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. DTP ചെയ്ത് വലിയ രീതിയിൽ ഒരു ബോർഡൊക്കെ സ്ഥാപിച്ചിരുന്നു. ആ ബോർഡൊന്നും ഇപ്പോൾ ഇവിടെ കാണാനില്ല.
അതൊക്കെ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് എടുത്ത് മാറ്റിയതാകണം. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇതിവിടെ എന്തെങ്കിലും ഒരു മാലിന്യ വസ്തു കണ്ടു കഴിഞ്ഞാൽ അതിന് പിടിച്ചു തൂങ്ങാൻ ആളുണ്ടാവുമല്ലോ. അതുകൊണ്ടായിരിക്കും അത് അവിടെ അത് കണ്ട ഇതൊക്കെ നിളയുടെ അവശേഷിപ്പാണ്. പഴയ കാലത്ത് ഇത് പൂർണ്ണമായിട്ടും വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒന്നുമില്ല. ഈ മണൽ വന്നതുകൊണ്ട്, മണൽ കൂടിയത് കൊണ്ട് നീരൊഴുക്കൊക്കെ പോയിരിക്കുകയാണ്. അപ്പുറത്താണ് ശിവക്ഷേത്രം. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെന്താണാവോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില ദേവസ്ഥാനങ്ങളുടെ ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ടെന്ന്. അതിലൊരു ബോർഡ് ഇത് വായിക്കാതെ കിടക്കുന്നതാകുമോ? അതെ അതെ അതെ. പക്ഷെ ഇതിൽ എഴുതിയത് കടലാസ് ചീന്തി മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇതേപോലെയുള്ള ബോർഡുകളാണ് അദ്ദേഹം സ്ഥാപിച്ചിരുന്നത്, ആ സന്യാസി സ്ഥാപിച്ചിരുന്നത്. ഒന്നും കാണാനില്ല. അങ്ങനെ നമ്മളിവിടെ തവനൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ഓർമ്മകളും 2 ദിവസം മുമ്പത്തെ ഓർമ്മകളൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വരുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ വലിയ യാഗശാല ഉണ്ടായിരുന്നു. ആ യാഗശാലയൊക്കെ പൊളിച്ച് നീക്കി കഴിഞ്ഞിരിക്കുന്നു. ചെറിയ യജ്ഞശാലകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇപ്പം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ പൊളിച്ച് നീക്കും. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിലൂടെയാണ് ലോറിയിൽ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് റോഡിലേക്ക് ചെന്ന് ചേരും. ഇവിടെ പഴയ ചില ബോർഡുകളൊക്കെ അവശേഷിപ്പായി ഇവിടെ കാണാം നമുക്ക്. ഇത് ലക്ഷദ്വീപം തെളിയിച്ചിരുന്നത്, അവസാന ദിവസം ലക്ഷദ്വീപം തെളിയിച്ചിരുന്നതാണ്. എവിടെയായിരുന്നു ചില യജ്ഞങ്ങൾ നടത്തിയിരുന്നത്? അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള യജ്ഞശാലയിലായിരുന്നു അഘോരികളുടെ പൂജ നടന്നിരുന്നത്. അതിലായിരുന്നു, ആ കാണുന്നതിലായിരുന്നു പൂജ നടന്നിരുന്നത്. പിന്നെ നോക്കൂ, ഇവിടെ ഒരു ത്രികോണഭാവത്തിൽ തന്നെ ഒരു പുഴയുടെ അവശിഷ്ടം, നമുക്ക് ഭാരതപ്പുഴയുടെ അവശിഷ്ടം കാണാം. ഇതാണ് ത്രിമൂർത്തി സ്നാനഘട്ട് എന്ന് പറയുന്ന ത്രികോണഭാവത്തിലുള്ള ഒരു പ്രദേശം കേട്ടോ. അതിലകത്താണ് ഒരു ത്രികോണ സങ്കല്പം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന തരത്തിൽ ഇങ്ങനെ ഒരു ജലാശയം രൂപപ്പെട്ടിട്ടുള്ളത് വളരെ കൗതുകമായിരിക്കുന്നു അല്ലേ? ത്രികോണഭാവത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ഒരു ത്രികോണാകൃതിയിൽ ഒരു ജലാശയം ത്രിമൂർത്തി സ്നാനഘട്ടിൽ ഇങ്ങനെ നമുക്ക് ഇവിടെ കാണാം. ഇതായിരുന്നു തവനൂരിലെ യജ്ഞഭൂമി. ഇവിടെ വളരെ വേഗത്തിൽ തന്നെ ഇതെല്ലാം പൊളിച്ച് നീക്കം ചെയ്തു. ഇവിടെയൊക്കെ പൂർണ്ണമായും വനമേഖല പോലെയായിരുന്നു. ഇവിടെയാണ് നിള ആരതി നടന്നിരുന്നത്. പണ്ഡിറ്റുകളായിരുന്നു നിള ആരതി നടത്തിയിരുന്നത്. ധാരാളം ആളുകൾ, എനിക്ക് തോന്നുന്നു തിരുനാവായയേക്കാൾ ഏറ്റവും മനോഹരമായ രീതിയിൽ, ഒരു വളരെ നല്ല രീതിയിൽ നിള ആരതി കാണാൻ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലം തവനൂരാണ്. നിള ആരതി കാണാൻ കഴിഞ്ഞിരുന്ന സ്ഥലം തവനൂരാണ്. എത്ര ദൂരെ നിന്ന് നോക്കിയാലും നിള ആരതി പൂർണ്ണമായും കാണാൻ കഴിഞ്ഞിരുന്നു ഈ ഭാഗത്തുനിന്ന്. ഇത് തവനൂരിലെ യാഗഭൂമി വളരെ ശൂന്യമായി കിടക്കുക, വളരെ സൈലന്റ്, നിശബ്ദമായിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് കേളപ്പജിയുടെ സ്മൃതി കുടീരമുണ്ട്. ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഇവിടെയൊക്കെയായിരുന്നു ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഇവിടുന്ന് ആരുമില്ല, വളരെ മൂകമാണ് ഈ അന്തരീക്ഷം. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമാണുള്ളത്, ചില ജോലിക്കാരുണ്ട്. ഇതാണ് തവനൂർ ശിവക്ഷേത്രം. ശിവക്ഷേത്രത്തിൻ്റെ ആൽച്ചുവട്ടിൽ ഇവിടെയാണ് കലാകുംഭ് എന്ന പേരിൽ ഒരു വേദി ഒരുക്കിയത്. മണലെല്ലാം നിർത്തി വളരെ മനോഹരമായി ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പ്രസംഗിക്കുകയും അതുപോലെ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ശ്രീചക്രയാഗം ഉൾപ്പെടെയുള്ളത് ഇവിടെയാണ് നടന്നത്. ഇനി ഞാൻ മറ്റൊരു വിശേഷം കാണിച്ചാൽ, ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിന് കൂപ്പാണ്. ഇതാ കണ്ടില്ലേ, വളരെ പഴക്കമുള്ള നിർമ്മിതിയാണ്. അത് പടിക്കെട്ടുകൾ പോലെ കെട്ടിയുണ്ടാക്കി. ഇത് എന്തിനാണെന്നറിയോ? ഇത് ഭാരതപ്പുഴയിൽ വെള്ളം വരുന്ന സമയത്ത്, ഒഴുക്ക് വരുന്ന സമയത്ത് ഒഴുക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കൂപ്പ് എന്ന് പറയും. ആളുകളൊക്കെ വിചാരിച്ചിരുന്ന പുഴയിലേക്ക് ചാടി കുളിക്കാൻ നിർമ്മിച്ച കൂപ്പാണ്. പക്ഷേ അതല്ല, ഈ ഒഴുക്കിൻ്റെ ഗതി തടസ്സപ്പെടുത്തി
ഒഴുക്കിനെയും ഈ ഭാഗത്തേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് ഈ ക്ഷേത്രത്തെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ കൂപ്പ്. ഇനി നമുക്ക് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം നേരെ അപ്പുറത്താണ്. അവിടെയും ഇതുപോലെ ആരുമില്ല, എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നു. ശൂന്യമായ ഒരു സ്ഥലമാണ്. നമുക്ക് അവിടെ കൂടെ ഒന്ന് നോക്കാം. ഇതിൻ്റെ എല്ലാം ജോലിയും കഴിഞ്ഞ ആളുകൾ ഇതിൻ്റെ കാലുകളൊക്കെ കൊണ്ടുപോവാണ് എല്ലാം. ഇത് ഒരു ശിവലിംഗം വരച്ചതാണ്. ഇത് മാഘമക ദിവസം ഒരു ചിത്രകാരൻ, എനിക്ക് ഓർമ്മയില്ല ഇതിൻ്റെ ഒരു അനുവാദം എന്നോടാണ് ചോദിച്ചത്, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതൊരു ശിവലിംഗം വരച്ചതാണ്. ആ ചിത്രകാരന് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ശിവലിംഗം വരയ്ക്കണം എന്ന അദ്ദേഹത്തിനൊരു സ്വപ്ന ദർശനം ഉണ്ടായിട്ട് അദ്ദേഹം ഈ നിളാമണപ്പരപ്പിൽ വരച്ചതാണ്. ഇത് വരയ്ക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇതാണ് കേളപ്പജിയുടെ മണ്ഡപം. അതും ഈ ത്രിമൂർത്തി സ്നാനഘട്ടിലാണ് കിടക്കുന്നത്. അതിമനോഹരമായിരിക്കുന്നു. കാരണം ഈ മാമാങ്കവുമായി ബന്ധപ്പെട്ട്, മാഘമക മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പുൽക്കാടുകളൊക്കെ നീക്കി അതിമനോഹരമായിരിക്കുന്നു. തീർച്ചയായിട്ടും ഇനി വൈകുന്നേരങ്ങളിൽ, സാധാരണ വൈകുന്നേരങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഈ പുഴയിൽ വന്നിരിക്കാറുണ്ട്. ഇനി അവർക്ക് വളരെ സൗകര്യമായി. അതിവിശാലമായൊരു മണൽപ്പരപ്പ്, ഒരു ജലാശയം. ആ ജലാശയത്തിൻ്റെ അവിടെ നിന്ന് നേരെ പടിഞ്ഞാട്ട് നോക്കിക്കഴിഞ്ഞാൽ അസ്തമയം കാണാം. അതിമനോഹരമായ രീതിയിൽ അസ്തമയം കാണാൻ സാധിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ ധാരാളം ആളുകൾ ഇവിടെ വന്നിരിക്കാറുണ്ട്. ഇതാണ്, ഇവിടെയാണ് ഞാൻ നേരത്തെ കാണിച്ചു, ഇവിടെയാണ് അഘോരികളുടെ ഒരു യജ്ഞം നടന്നിരുന്നത്. ഇവിടെയാണ് അഘോരികളുടെ മഹാമണ്ഡലേശ്വർ മണികണ്ഠൻജിയുടെ നേതൃത്വത്തിലാണ് അത് ഇവിടെ നടന്നിരുന്നത്. പിന്നെ ഇനി നമ്മൾ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ബ്രഹ്മദേവൻ്റെ ക്ഷേത്രത്തിലേക്ക്. ഇവിടെ ഉണ്ടായിരുന്ന ബാത്റൂം സൗകര്യം ഇവിടെയാണ് ഒരുക്കിയിരുന്നത്. ഒന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഒരു വലിയ ഉത്സവമാണ് ഇവിടെ കഴിഞ്ഞു പോയത്. ഇങ്ങനെ 1 കോടിയിൽ പരം ആളുകൾ പങ്കെടുത്ത ഈ ഉത്സവത്തിൻ്റെ എന്തെങ്കിലും ഒരു പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ടൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. അതിന് പ്രത്യേകം നന്ദി പറയേണ്ടത് സേവാഭാരതിയോടാണ്. സേവാഭാരതിയുടെ പ്രവർത്തകർ വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയി അമ്മയുടെ മക്കൾ, അമ്മയുടെ ഡിവോട്ടീസ് വളരെ നല്ല രീതിയിൽ ഇവിടെ തകരത്തിൻ്റെ ഷീറ്റുകൾ ഈ ബാത്റൂമിനൊക്കെ വേണ്ടി സൗകര്യത്തിന് വേണ്ടി വെച്ചതാണ്. ഇവിടെ തവനൂർ ഭാഗത്തുള്ള ആളുകൾക്ക് തവനൂർ ഭാഗത്തെ പന്തലൊക്കെ പൊളിച്ച് കൊണ്ടുപോകാനുള്ള വണ്ടികളൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമാണിത്. പിന്നെ നേരെ നമുക്ക് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് കയറി നോക്കാം. പ്രദക്ഷിണ വഴി എന്നെഴുതി ഇതിലൂടെയാണ് ആളുകൾ പോയിരുന്നത്. ഭക്തജനങ്ങൾ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നത് ഇതുവഴിയായിരുന്നു. ഇങ്ങനെ അവർ വന്ന് ഈ വഴിയിലൂടെയൊക്കെയാണ് പോയത്. ഇത് ആറാട്ടുകടവാണ്. ഇവിടെ നമുക്കൊരു ശില കാണാം. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിപ്പോഴാണ് പല തവണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ശിലയുടെ ഐതിഹ്യം എന്താണ്, ഈ ശില എന്താണെന്ന് അറിയില്ല. നമുക്ക് പിന്നീട് ഒരിക്കലും ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഇത് കണ്ടോ, ഇതാണ് ആറാട്ടുകടവ്. ഇതാണ് ആറാട്ടുകടവ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ബ്രഹ്മദേവന് ആറാട്ട് നടത്താനുണ്ടായ കടവാണത്. വലിയൊരു ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉറങ്ങി നിൽക്കുന്നതാണ് ബ്രഹ്മദേവൻ്റെ. ഇവിടെയാണ് ബ്രഹ്മദേവൻ യാഗം നടത്തിയിരുന്നത്. ബ്രഹ്മദേവൻ യാഗം നടത്തിയിരുന്നത് ഇവിടെയാണ്. ആ യാഗഭൂമിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്, ബ്രഹ്മദേവൻ തന്നെയാണ്. ഇത് ആ കാണുന്ന ഭാഗത്ത് കൂടിയാണ് യഥാർത്ഥത്തിലുള്ള വഴി കേട്ടോ. നമുക്കത് അതും കൂടെ ഒന്ന് കാണാം. ഇതാണ് ബ്രഹ്മദേവൻ്റെ വാതിൽ അടച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ടുള്ള അകത്തേക്കുള്ള വാതിലാണ് ഇവിടെ.
ഇനി ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇത് അവിടെയൊക്കെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ചില യാഗം നടന്ന സ്ഥലം, കുംഭമേള നടന്ന സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ആണ് ആളുകളൊക്കെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വലിയൊരു മാറ്റം ഒരു ഹിന്ദു സമാജത്തിൻ്റെ ഒരു വലിയൊരു കൂട്ടായ്മ, ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഇങ്ങനൊരു കൂട്ടായ്മ ഇതുവരെ നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ഇതെല്ലാം ബ്രഹ്മദേവൻ്റെ യാഗഭൂമിയിൽ പെട്ടിട്ടുള്ളതാണ്. ഇതാണ് പ്രധാനമായിട്ടുള്ള കവാടം. ഇനി നമുക്ക് ശിവക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ നേരെ ശിവക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. വന്ന വഴി തന്നെ പോകണം, വന്ന വഴി തന്നെ ഇറങ്ങിപ്പോകണം. സാധനങ്ങളൊക്കെ കയറ്റുകയാണ്. അതിമനോഹരമായ മണൽ. ഇവിടെ വന്ന സന്യാസിമാരൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ വന്നപ്പോൾ ഈ ഭാരതപ്പുഴയുടെ തെക്കേ കരയിൽ ഒരു പോസിറ്റീവ് എനർജി പ്രത്യേകമായി അനുഭവപ്പെട്ടു എന്നാണ്. അത് എല്ലാവരും പറയുന്നുണ്ട്. ഈ മാഘമക മഹോത്സവം, കുംഭമേള അഥവാ മാമാങ്കം എന്നൊക്കെ പറയുന്ന ഇത്രയും ദിവസം നീണ്ടു നിന്ന ഈ ഉത്സവം ഉണ്ടല്ലോ, ഈ ഉത്സവത്തിൻ്റെ സമയത്ത് ഒരു ദിവസം വന്നുപോയ ആൾ വീണ്ടും വരുന്നു. 4-5 ദിവസങ്ങളിൽ വളരെ ദൂരെ നിന്നും വന്നവരുണ്ട്. ദിവസങ്ങളോളം ഇവിടെ താമസിച്ച് ഈ കുംഭമേള കണ്ടവരുണ്ട്. വളരെ സങ്കടത്തോടു കൂടിയിട്ട് ഇന്ന് തന്നെ ഏതാണ്ട് 20-22ഓളം ഫോണുകൾ വന്നു. വളരെ സന്തോഷവും അതോടൊപ്പം സങ്കടവും. കാരണം അവിടുന്ന് പോരേണ്ടി വന്നല്ലോ എന്നൊരു സങ്കടം. അത്രയും ഹൃദയത്തിൽ തട്ടിയതായിരുന്നു അവിടുത്തെ ആ അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അടുത്ത വർഷം വീണ്ടും എത്രയും വേഗം അടുത്ത വർഷം വന്നണയണേ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. മാത്രമല്ല 2028 12ാമത്തെ വർഷം വരുമ്പോൾ 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മഹാമണ്ഡലേശ്വർ. അപ്രകാരം സംഭവിക്കട്ടെ എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. നേരെ നമ്മൾ ആ ശിവക്ഷേത്രം കാണുകയാണ്. ഇതാണ് ആ ശിവക്ഷേത്രം. ഇതുവഴിയാണ് ആളുകൾ വന്നിരുന്നത്. 3 വഴികളായിരുന്നു തവനൂരിൽ നിന്നുണ്ടായിരുന്നത്. ഒരു വഴി ഇതായിരുന്നു, ഒരു വഴി അങ്ങ് ദൂരെ അതിനപ്പുറത്ത് ആയിരുന്നു, പിന്നെ ഒന്ന് ഇതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത്. അങ്ങനെ 3 ഭാഗത്തുനിന്നും കൂടിയാണ് ഈ കോടികൾ കണക്കിന് ആളുകൾ വന്നത്. അവരാദ്യം വന്നിറങ്ങിയപ്പോൾ തവനൂരിൽ നടക്കുന്ന മാഘമക മഹോത്സവത്തിൻ്റെ കാഴ്ചകൾ കണ്ടു, അവിടെയുള്ള സഹകരണങ്ങളൊക്കെ നടത്തി. അതിനുശേഷം നേരെ ഈ ഞാൻ വന്ന വഴി, ആ വഴിയിലൂടെ വന്ന് സ്നാനം ചെയ്ത് നവാമുകുന്ദനെ കണ്ട് അപ്പുറത്തെ കാഴ്ചകളും എല്ലാം കണ്ട് ഭക്തിയാദരവോടുകൂടിയാണ് അവരെ ഏതാണ്ട് 8-9 മണിയോടുകൂടി, രാത്രി 9 മണിയോടുകൂടി ഇതുവഴി മടങ്ങിയിരുന്നത്. ഏതായാലും കുംഭമേള നടന്ന തിരുനാവായ തവനൂർ പ്രദേശത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഞാനിത് ലൈവ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ നെറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് ലൈവ് ചെയ്യാൻ സാധിച്ചില്ല. ഏതാണ്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത മാഘമക മഹോത്സവം, മാമാങ്കം അഥവാ കുംഭമേളയ്ക്ക് സമാനമായ ഭാരതപ്പുഴയുടെ ഉത്സവത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കാണണം. പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.